Hi, welcome to Retro Cardigan. It's me Nidin. Thug Life, written and directed by മടരത്നം. ഉലകനായകൻ കമലഹാസനും കൂടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുന്നവർ കമലഹാസനോടൊപ്പം തന്നെ സിലംബരസൻ STR, നാസർ, ജോജു ജോർജ്, ഭഗവതി പെരുമാൾ, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, വടവുകൃസി എക്സെട്ര. ആദ്യം തന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ്. അതാണ് ആദ്യം പറയേണ്ടത്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ നല്ലതായിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും, സിനിമാറ്റോഗ്രാഫി ബൈ രവി കെ ചന്ദ്രൻ, പിന്നെ മ്യൂസിക്കൽ AR റഹ്മാൻ അറിയാമല്ലോ, പിന്നെ എഡിറ്റിംഗ് ബൈ ശ്രീകർ പ്രസാദ്. ഈ ഒരു ടീം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും. നല്ലൊരു സംഭവം കിട്ടും എന്നുള്ളത് ഡെലിവറി ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇൻ ദാറ്റ് ആസ്പെക്ട്സ് അത് ആ രീതിക്ക് ഈ സിനിമ സേഫ് ഇൻ ദിയർ ഹാൻഡ്സ് എന്ന് പോലെ തോന്നി, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട്. പക്ഷേ ഒരു സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്നതിൻ്റെ കഥയാണല്ലോ സിനിമ. അപ്പം കഥയിലെ കഥാപാത്രങ്ങളും ആ സാഹചര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞ ഒരു ഔട്ട്ഡേറ്റഡ് സാധനമായിട്ടാണ് തോന്നിയത്. മലയാളം സിനിമകളിലുള്ളത് പോലെ തന്നെ കഥാപാത്രങ്ങളുടെ ലെയറും, അതായത് അധികാരം, ആർത്തി, സ്വാർത്ഥത, ഇതൊക്കെ വെച്ചിട്ട് ഒരു നായകൻ്റെ വലങ്കയായിട്ടുള്ള ആളെ വെച്ച് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അപകടത്തിലാക്കുന്നതും പിന്നെ അയാളത് പ്രതികാരം ചെയ്യാൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നതൊക്കെയാണ് സിനിമ. ഇത് പറഞ്ഞ് കേട്ട് എല്ലാം മടങ്ങിന് മുൻ ചെയ്ത സിനിമകളിലുള്ളത് പോലെ തന്നെയുള്ള സംഭവം, പിന്നെ സ്വല്പം അഞ്ചാനും വിവേകവും പിന്നെ NGK ഒക്കെ വന്നിട്ടൊരു മിക്സ് അടിച്ചൊരു സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമ തുടങ്ങുന്നതും ഇൻ്റർവെല്ലും തീരുന്നതും എല്ലാം ഭയങ്കര ടീഡിയസ് ആയിട്ടാണ്. ഒരു ടീഡിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. മലയാളം സിനിമകളിലൊരു മെല്ലെപ്പൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു പലതിനകത്തും ഒരു ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് അതൊന്നും ഉണ്ടായില്ല. ഇതിനകത്ത് ഒന്നും ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ സംഭവങ്ങൾ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിനകത്തുള്ള സീക്വൻസ് ഭയങ്കര, അതായത് തൃഷയും കമലഹാസനും തമ്മിലുള്ള സീക്വൻസൊക്കെ ഭയങ്കര ബോറായിരുന്നു എന്ന് തോന്നി. പിന്നെ സിലംബരസനും കമലഹാസനും തമ്മിലുള്ള സീക്വൻസ് എല്ലാം അതും ഒന്നും അങ്ങോട്ട് വർക്കായില്ല. പിന്നെ ഈ മടങ്ങവും കമലഹാസനും എഴുതിയിരിക്കുന്നത് ഡിസ്റ്റിങ്റ്റീവായിട്ട് അറിയാൻ പറ്റും, പ്രത്യേകം അറിയാൻ പറ്റും. ഇത് എവിടെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്, എവിടെയാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഒരു സിറ്റുവേഷനിൽ അയാൾ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആപത്തിൽപ്പെടുകയാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടപ്പെട്ടൊരു കഥാപാത്രം വന്നിട്ട് ഇയാൾ സാധാരണ സിനിമകളിലാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾക്ക് ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കരയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷൻ കരച്ചിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മലയാളം സിനിമകളിലാണെന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രം വന്നിട്ട് മരിക്കാൻ പോകുന്ന ആൾക്ക് വന്നിട്ട് എന്നെ വിട്ട് പോവാതെ, അല്ലെങ്കിൽ എന്നെ വിട്ട് പോയിട്ടാ നാ ഉന്നെ കൊന്നിടുവേ എന്നൊക്കെയായിരിക്കും ഡയലോഗ് അടിക്കുക. അത് കടലിലുള്ളതുപോലെയും അലൈപാതയിലുള്ളതുപോലെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് അറിയാൻ പറ്റും, അത് മണിരത്നം സാർ എഴുതി തന്നെയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ കമലഹാസൻ എഴുതിയത്, കമലഹാസനെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കമലഹാസൻ എഴുതിയിട്ടുള്ളതെന്ന് നമുക്കും അതും അറിയാൻ പറ്റും. അപ്പം ഇതിനൊരു ആ ഒരു കറക്റ്റ് ഒരു അത് സിങ്ക് ചെയ്യുന്നില്ല അതൊന്നും അങ്ങോട്ട് സിങ്ക് ചെയ്യാതെ ഒരുമാതിരി വല്ലാത്തൊരു രീതിയിലാണ് പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അത് ആ കഥാപാത്രത്തിന് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നെങ്കിൽ കൂടിയും ആ കഥാപാത്രം കമലഹാസൻ്റെ കഥാപാത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ ഒരു നല്ലൊരു ഫീലായിരുന്നു. കുറച്ച് നേരേ ഉള്ളൂ അത് വടിവുകർസി മാം ചെയ്ത കഥാപാത്രം ഒരു പള്ളിയിലിരിക്കുന്ന സീക്വൻസ്, കമലഹാസനോട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസാണ്. അത് നല്ലതായിരുന്നു, ഒരുവിധം നല്ലതായിരുന്നു. അത് ആ ഫീല് തന്നെ പടത്തിന് ഫുള്ള് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൂഡ് മാറിയേനെ പടത്തിൻ്റെ എന്ന് തോന്നി. പിന്നെ ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസിൽ, അവസാനം എന്തായിരുന്നൊരു ഫൈറ്റ് സീക്വൻസിൽ ഒരു സെഡേഷൻ കൊടുത്തിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കമലഹാസൻ്റെ ശക്തികൾ എന്ന് പറയുന്ന കഥാപാത്രത്തിന്.
അത് ഇതിനേക്കാളിലും കുറച്ചുകൂടെ വർക്കായി തോന്നി. NGK എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇങ്ങനൊരു സംഭവമുണ്ട്. ഒരു സൂര്യക്ക് സെഡേഷൻ കൊടുത്തിട്ട് ആൾക്കാർ വന്ന്, അതായത് വില്ലന്മാർ വന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് നല്ല ഫൈറ്റ് സീക്വൻസാണ്. പക്ഷേ അത് അത്രയും പോലും ഇത് ഈ സിനിമയിലെ എലമെൻറ്റ് വർക്കായില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ടോട്ടാലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൈഫും ഇല്ലാത്തൊരു തഗ്ഗിൻ്റെ കഥയായിരുന്നു തഗ് ലൈഫ് എന്ന് തോന്നി. അപ്പം നിങ്ങൾ കാണുക. കണ്ടിട്ട് ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.